ഫ്ലവർ ഷോൻ്റെ സമയത്ത് ഊട്ടിയിലേക്ക് പുറപ്പെട്ടതാണ്. ഫ്ലവർ ഷോ കാണാനല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ, അതായത് മെയിൻ ചാനലിൽ ഇപ്പോൾ ഒരു കാറ്റഗറി മാറിയത്. മൊത്തത്തിൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് കുറേ ഇടുന്നതുകൊണ്ട് അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഷോർട്ട് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ അതിങ്ങനെ തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കുക്കിംഗ് ഒക്കെ ആണ് അതിൽ ചെയ്യില്ല. പക്ഷേ നമ്മൾ കുറേ പേരുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെ എക്സ്പ്ലോറിങ് വീഡിയോസ് എന്താണ് ഇപ്പോൾ ഇല്ലാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ സെക്കൻഡ് ചാനലിൽ എക്സ്പ്ലോറിങ് വീഡിയോസ് കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു തുടക്കം കുറിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഊട്ടി യാത്രയിൽ നിന്ന് ജസ്റ്റ് അങ്ങനെ ഓരോന്ന് തുടങ്ങാൻ പോവാം. ഊട്ടിക്ക് പുറപ്പെട്ട് വന്ന് ഊട്ടി എത്തിയിട്ടില്ല. അതിന് മുമ്പ് ഞങ്ങൾ സ്പോട്ടിൽ നിർത്തി. ഞാനൊരു വൈഫാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. നല്ല വെയിൽ, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ ഊട്ടിയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഷോൻ്റെ സമയമായതുകൊണ്ട് ഇപ്പോൾ ഇ പാസിൻ്റെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നീലഗിരിക്ക് പുറത്തുനിന്നുള്ള ആളുകൾ നീലഗിരിക്ക് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇ പാസ് എടുത്തിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് അതിൻ്റെ വള്ളിക്കെട്ട് നൂലാമാലകളുകൊണ്ട് കുറേ പേര് എന്തിനാ വെറുതെ ടെൻഷൻ വെച്ചിട്ട് ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ടാണ് വാഹനങ്ങൾ വളരെയധികം കുറവ്. അല്ലാത്ത സമയമാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ വന്ന് റോഡിലൊക്കെ ട്രാഫിക് ബ്ലോക്ക് ആകേണ്ട സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഒരു മാറ്റം. മാത്രമല്ല, ഇവിടുന്ന് പ്രൈവറ്റ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഊട്ടി ടൗണിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അവിടുന്ന് വേറെ ഒരു സർക്കാരിൻ്റെ ബസ്സുകളുണ്ട്, സർവീസ്. അതിൽ പാസ് എടുത്ത് വേണം എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. അപ്പം അങ്ങനെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫ്രീഡം പോലെ ഫാമിലീസിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കുറേ പേര് ഇപ്പോൾ ഈ ഫ്ലവർ ഷോക്കുള്ള ഊട്ടി പോക്ക് സ്കിപ്പ് ചെയ്ത് ആണ് തിരക്ക് കുറയാൻ മറ്റൊരു കാരണം. ഊട്ടി സീസൺ അല്ലാത്ത സമയത്ത് പോലും ധാരാളം ആളുകൾ വരുന്ന സ്ഥലം, സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ഈ ഷൂട്ടിംഗ് സ്പോട്ട്. ഇപ്പോൾ എല്ലാ വർഷത്തിലുള്ള ഊട്ടി വിസിറ്റിങ്ങിന് നല്ല പീക്ക് ടൈമാണ് ഇപ്പോൾ. ആ സമയത്ത് പോലും ഇവിടെ കണ്ടോ വാഹനങ്ങൾ വളരെയധികം കുറവ്, ആൾക്കാരും വളരെയധികം കുറവാണ്. അപ്പോൾ ടൂറിസം ഈ വർഷം ഇ പാസ് മൂലം ടൂറിസത്തിൻ്റെ വരുമാനത്തിൽ നല്ല കുറവുണ്ടാവാനാണ് സാധ്യത. ഊട്ടിയിൽ പൈസക്ക് ചിലവില്ലാത്തൊരു പൈൻ ഫോറസ്റ്റാണ്. നമ്മൾ ഇവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. എല്ലാവരും റോട്ടിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആനകളൊക്കെ നിർത്തിയിട്ട് നിൽക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്ത് ആ ബഹളം, പിന്നെ താഴത്തെ ആ റിവറിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ബാഡ് സ്മെല്ല്. പക്ഷെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ പൈൻ ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല. കാരണം ഒന്നാമത് ഇവിടെ ആള് ഇടിച്ച് കയറി നിൽക്കില്ല, ജനത്തിരക്കുണ്ടാവില്ല. അതേപോലെ തന്നെ കുറച്ച് കാമൻ വോയിട്ടായിട്ടുണ്ടാവും. പിന്നെ അത്ര കൂടുതൽ ഏരിയകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. പിന്നെ ഊട്ടി ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വന്നു. അപ്പോൾ ഈ ഫ്ലവർ ഷോ സീസൺ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വരേണ്ട സമയമാണെങ്കിൽ ഇപ്പോൾ ഇ പാസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്. ടൗണിൽ വാഹനങ്ങളൊക്കെ തിരക്ക് കുറവാണ്. പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പുറത്ത് തന്നെ പോലീസുകാർ പിടിച്ച് നിർത്തിയിട്ട് അതിന് ശേഷം അവിടുന്ന് ഈ സർക്യൂട്ട് ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതിൽ കയറിയിട്ട് പോയിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ടായിരിക്കും ആളുകൾ കൂടുതൽ വരുന്നില്ല. പിന്നെ കാലാവസ്ഥ ഉച്ച വരെ കുഴപ്പമില്ലാത്ത നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഉച്ചൻ്റെ ശേഷമായി ഇപ്പോൾ കുറച്ച് മഴ അങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ മഴ ഇങ്ങനെ വരും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നിട്ട് കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോയിട്ട് മടങ്ങി വരും. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ പൈൻ മരങ്ങൾ മുറിച്ച് മാറ്റിയാണ്. പിന്നെ ഇവിടെ നല്ല മഴ പെയ്തതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്. വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ അടയാളങ്ങൾ പോകണുണ്ടില്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരിത്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ ടൂറിസ്റ്റും പോയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് വെറുതെ നിന്ന് സമയം ചിലവഴിക്കാറില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നീ ബൊട്ടാണിക്കൽ ഗാർഡൻ പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ റഷ് ആയിരിക്കും. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്ന് അകത്ത് കയറി പോയി സമയം ഒരുപാട് നഷ്ടമാകും. പിന്നെ മറ്റുള്ള ഏത് സ്പോട്ടിൽ പോയാലും അതന്നെയൊക്കെ ഒരു അവസ്ഥ. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് കുറച്ച് നേരം നല്ല തണുപ്പൊക്കെ ആസ്വദിച്ചിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഊട്ടി വരെ വന്നപ്പോൾ വെറുതെ ഇവിടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ വ്ളോഗ് വീഡിയോ കൂടുതൽ ചെയ്യാറില്ല. ഇപ്പോൾ അതിൽ വേറെ കുക്കിംഗ് ചാനലായിട്ട് മാറ്റാനുള്ളൊരു പ്ലാനൊക്കെയാണ്. എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ടില്ല. അപ്പോൾ കുറേ ആൾ പേര് ചോദിക്കാറുണ്ട് എന്താണ് ട്രാവൽ വീഡിയോ ഒന്നുമില്ല. ട്രാവൽ വീഡിയോ അല്ല, എക്സ്പ്ലോറിങ് ചെയ്യുന്ന വീഡിയോകൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ ചെയ്യാം.
അപ്പോൾ അത് ഈ സെപ്പറേറ്റ് ചാനൽ ഇടാമെന്ന് വിചാരിക്കുന്നത്. കാരണം അതിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിൽ കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ആൾക്കാരാണ് കൂടുതൽ അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചാനൽ ചെയ്യാനായിരിക്കും. അപ്പോൾ തുടർന്ന് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.